ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടെണ്ണൻ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ? ചെവിക്കൽ അടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ ഹൂ ഈസ് ഹി? എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചളഞ്ഞു. ഈസ് മെന്റലി അൺസ്റ്റേബിൾ. ഇന്നലെ ഷാബു മോൻ എന്നെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു, ഒരു റൈറ്റപ്പ് കണ്ടു. ഇയാൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ മനസ്സിലാവണില്ല. എനിക്ക് ഇയാളോട് കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഇയാളുടെ തരീര പ്രോഗ്രാമെല്ലാം പണ്ട് കാണുകയായിരുന്നു. ഇയാൾ വിവരമുള്ള ആളൊക്കെയാണ്, അഡ്വക്കേറ്റ് അങ്ങനത്തൊക്കെയാണ്. നിത്യമേന യേശുവിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ആളാണ് ഞാൻ. അവരിവിടെ വന്ന് പറഞ്ഞ കാര്യമില്ല നിങ്ങൾ കേൾക്കേണ്ടത്. അവർ കള്ളം പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞാണ് അവർ പറയുന്നത്. അയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം മണ്ടന്മാരാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇയാൾ പറഞ്ഞു എനിക്ക് മാനസിക പ്രശ്നം, മാനസിക പ്രശ്നമുള്ള ഒരാളെയാണോ ചെവിക്കലടിച്ച് പൊട്ടിക്കുക അല്ലെങ്കിൽ കൊല്ലുക ചെയ്യണം? എന്ത് ലോജിക്കാണ് ഷാബുമോൻ പറയുന്നുള്ളത്? ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ അയാൾക്ക് അടിച്ച് കൊല്ലുക അല്ലെങ്കിൽ ചെവിക്കൽ പൊട്ടിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഗുണ്ടയെ പോലെയാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ വിവരമുള്ള ആളാണ്. ജീവനാണ്ട് പോവുണ്ട് ഒരു നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ അഭിപ്രായം മുഴുവൻ പോവുകയാണ്. നിത്യമേശ്വരിൽ അവിടെ നടത്തിയതിന് പിന്നിൽ നിത്യമേൻ്റെ ഫാദർ എന്നുള്ള മനുഷ്യനാണ്, ഓടെ ഞാൻ പറയാം. പക്ഷേ നിത്യമേൻ്റെ അമ്മ ശരി, അവളുടെ സ്വഭാവം നിത്യമേൻ്റെ അമ്മയെ പോലെയാണ്. അയാൾ പറയുന്നത് കേട്ടിയാൽ നമ്മൾ മണ്ടന്മാരാവും. അവർ കള്ളം പറഞ്ഞു ഞാൻ പറയില്ല, പക്ഷെ അവർ ചുറ്റുമുള്ള എർത്തുകളാണ് ഈ പറയുന്നത്. അത് മമ്മൂട്ടി ആയാലും മോളായാലും എല്ലാവർക്കും എർത്തുകളുണ്ട്. അവർ പറയാനാണ് ഇവർ വിശ്വസിക്കുന്നത്. നിത്യമേന ആ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയ ശേഷം എനിക്കൊരു കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഷാബു മോനെ എനിക്ക് മാനസിക രോഗമുണ്ട്. മാനസിക രോഗമുള്ള ഒരാളെ ചെവിക്കല്ല് നോക്കി അടിക്കുക, അല്ലെങ്കിൽ അയാൾ കുന്നുകളിയാണ് ചെയ്യുന്നത്. എന്ത് മനുഷ്യത്വം അയാൾ കാണിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്, പക്ഷേ ആ അഭിപ്രായം മുഴുവൻ പോവുകയാണ് ഇപ്പോൾ.